ഹലോ. ഇതിപ്പം നാട്ടിൽ നിന്ന് നേഴ്സസിന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളിൽ വല്ല മാറ്റം വന്നിട്ടുണ്ടോ, അവർക്ക് ഇപ്പോഴും വരാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നേഴ്സസിന് നാട്ടിൽ നിന്നുള്ള ഫ്രീ റിക്രൂട്ട്മെൻറ്റ് അവർ സ്റ്റോപ്പാക്കി. ഇപ്പം നേരത്തെ NHS നാട്ടിൽ വന്നിട്ട് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് അത് പൈസയൊന്നും മുടക്കാതെ അവർ തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ആളെ എടുക്കുന്ന ആ റിക്രൂട്ട്മെൻറ്റ് നിർത്തിവെച്ചു. പക്ഷേ ഇപ്പോഴും ശ്രമിക്കുവാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റും. കാരണം OET പാസ്സായതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ ശരിയാക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പോഴും വേക്കൻസികളുണ്ട്. അപ്പം നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ വരാം. NHSൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് NHS ജോബ്സിൻ്റെ വെബ്സൈറ്റിലോ കയറിയിട്ട് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണെങ്കിൽ നമുക്കിപ്പോഴും സ്റ്റിൽ പൈസയൊന്നും കൊടുക്കാതെ വരാൻ പറ്റും. ഏജൻസി ത്രൂ പോവുകയാണെങ്കിൽ നല്ലൊരു പൈസ മുടക്കാകും. അതുകൊണ്ട് ആദ്യമേ തന്നെ ഏജൻസി ത്രൂ പോകാതെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് നോക്കുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. OET പാസ്സാകണം, അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് എടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഇപ്പോഴും ഇവിടെ ജോബ് വേക്കൻസി ഒത്തിരി ഉള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പോഴും വരാൻ പറ്റും. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. കാരണം NHS ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നിർത്തിവെച്ചിരിക്കുകയാണല്ലോ. ഇത്രയും കാലം നാട്ടിൽ വന്ന ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി ഒത്തിരി നേഴ്സസിനെ ഇങ്ങോട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ന്യൂലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും എക്സ്പീരിയൻസ് ഒന്നും അവർ കാര്യമായിട്ട് നോക്കാതെ എടുക്കുന്നുണ്ടായിരുന്നു. OET പാസ്സായി ട്ടുള്ള നേഴ്സസിനെയും ഇങ്ങോട്ട് ഈസി ആയിട്ട് പൈസയൊന്നും മുടക്കാതെ വരാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇത്രയും നാളും വന്ന പോലെ അത്ര ഈസി ആയിട്ട് വരാൻ പറ്റുകയില്ല. പക്ഷേ ഇപ്പോഴും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിന്നെ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. വെബ്സൈറ്റിൽ കയറി NHS UK, NHS ജോബ് UK അങ്ങനെയൊക്കെ വെബ്സൈറ്റുകളിലൂടെ സെർച്ച് ചെയ്ത് കയറിയിട്ട് അതിനകത്ത് ജോബ് വേക്കൻസി കാണും. അങ്ങോട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അകത്ത് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെൻറ്റ്സ്. അത് ആപ്ലിക്കേഷന് ഫില്ല് ചെയ്യാൻ നേരം അതിൻ്റെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മളത് നോക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ എല്ലാവരും വെബ്സൈറ്റിൽ കയറി നോക്കുക, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏജൻസി വഴി പോയി കഴിഞ്ഞാലും കിട്ടും. പക്ഷേ ഏജൻസി വഴി പോയി കഴിഞ്ഞാൽ ഒത്തിരി പൈസ കൊടുക്കണ്ടേ. അവരിവിടെ നിന്ന് വർക്ക് പെർമിറ്റ് മേടിച്ച് തരും. പക്ഷേ അതിനുള്ള പൈസ മുടക്കാതെ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് വർക്ക് പെർമിറ്റ് എടുക്കാൻ നമുക്ക് പറ്റും. അത് നേഴ്സസ് അത് ശ്രമിക്കാഞ്ഞിട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഞാനത് ലിങ്ക് ഇപ്പം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാം. അത് വർക്കാകാതെ വരുവാണെങ്കിൽ UK ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം. അതുപോലെ NHSൻ്റെ വെബ്സൈറ്റിൽ NHS UK എന്ന് കൊടുത്തിട്ട് അതിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് നമ്മൾ ശ്രമിക്കണം. തന്നെത്താൻ ശ്രമിച്ച് കുറച്ച് സമയം, ഒത്തിരി ധൃതി എടുക്കാതെ സമയമെടുത്ത് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും നേഴ്സസിന് ഇവിടെ നല്ലൊരു ജീവിതം നയിക്കാൻ അവർക്ക് ആദ്യ കാലത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും. എല്ലാ കൂട്ടവും നമുക്ക് വീടും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വാടകയൊക്കെ എടുക്കണം. അങ്ങനെ ട്രാൻസ്പോർട്ടിൻ്റെ കുറേ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ ആദ്യമുണ്ട്. എങ്കിലും സാവകാശം ഇവിടെ സെറ്റിൽഡായി നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയാണ് നാട്ടിലേക്കാളും മെച്ചമാണ്. ഇവിടുത്തെ സാലറി നാട്ടിലേക്കാളും മെച്ചമാണ്. അപ്പോൾ പഠിച്ചിറങ്ങുന്ന നേഴ്സസ് എന്തായാലും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കണം. അവർക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് അതിനകത്തൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഡയറക്റ്റ് ആണെങ്കിലും വെബ്സൈറ്റ് കണ്ടുപിടിച്ച് കുട്ടികളൊക്കെ ഇപ്പം ഇതെല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ നല്ല അറിയാവുന്ന, അതിനെക്കുറിച്ച് നല്ല അറിവുള്ളവരാണല്ലോ കൂടുതലായിട്ടുള്ള. എല്ലാവരും നല്ല സ്മാർട്ടായിട്ടുള്ളവരാണ് ഇങ്ങോട്ട് വരാനായിട്ട് അവരാഗ്രഹിക്കുന്നത്. സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. എളുപ്പത്തിൽ നമുക്ക് ഗ്രേഡ് കൂട്ടി നല്ലൊരു പൊസിഷനിലെത്താനും ഒക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക.
ഇപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ നോക്കണം. അതായത് നമ്മുടെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയും അതുപോലെ നല്ലപോലെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റണം. അപ്പോൾ ഇവിടുത്തെ ആപ്ലിക്കേഷനിൽ നോക്കിയിട്ട് അതിലെ ഡിസൈർഡ് ക്രൈറ്റീരിയ എല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിക്കണമെങ്കിൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ എബിലിറ്റീസ്, അങ്ങനെ നമ്മുടെ നമ്മുടെ ശരിക്കുള്ള കഴിവ് അത് വായിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകണം എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആണ്, എത്രമാത്രം നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നമ്മുടെ റൈറ്റിങ് കാര്യങ്ങൾ എല്ലാം ആപ്ലിക്കേഷനെ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ നോക്കണം. ഇവിടെ വർക്ക് ചെയ്യാൻ UK ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാനായിട്ട് വരുന്ന നഴ്സസിന് നാട്ടിലത്തെ അത്രയും നാട്ടിൽ നിന്നും വേറൊരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഡെയിലി ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ഭൂരിഭാഗം ഹോസ്പിറ്റലുകളിൽ അങ്ങനെയാണ്. നമുക്ക് 12 hour ഷിഫ്റ്റാണ്. 12 hour ഷിഫ്റ്റ് ആയതുകൊണ്ട് ആഴ്ചയിൽ 3 ദിവസം നമുക്ക് വർക്ക് ചെയ്താൽ മതി. അപ്പം നമുക്ക് ആഴ്ചയിൽ 4 ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ പിന്നെ ഇടയ്ക്ക് മന്ത്ലി ഒരു ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ 37.5 hours ഒരു വീക്ക് ചെയ്യണം. അപ്പം മന്ത്ലി ഒരു വീക്കിൽ ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് വരും. ഒരു 4 ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാലും അത്രയും ചെയ്താൽ മതി. 12 മണിക്കൂർ നമ്മൾ ചെയ്യണം. എന്നാലും നമുക്ക് ബാക്കി സമയം നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടും. അതൊരു നല്ലൊരു ബെനിഫിറ്റാണ്. ആദ്യമൊക്കെ നമ്മൾ 12 മണിക്കൂർ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും നമ്മൾ അതുമായിട്ട് പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റഡ് ആകും. അപ്പം അത് കഴിഞ്ഞ് വേറൊരു ഗുണമുള്ളത് നമ്മൾ ഓവർ ടൈമൊക്കെ ചെയ്യാൻ പറ്റും. ഓവർ ടൈം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടും. അതുപോലെ വീക്കെൻഡിൽ അല്ലെങ്കിൽ ബാങ്ക് ഹോളിഡേയിൽ നൈറ്റ് ഷിഫ്റ്റൊക്കെ ചെയ്യുവാണെങ്കിലും എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നാട്ടിലേക്കാളും നല്ലൊരു ഗുണമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് എത്രയായാലും എല്ലാവർക്കും നല്ലതാണ്. പിന്നെ ഫാമിലി പിള്ളേരൊന്നും കൂടെ ഇല്ലാത്തവർക്ക് എക്സ്ട്രാ ഷിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നവരാണെങ്കിൽ അവർക്ക് എക്സ്ട്രാ ഷിഫ്റ്റൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സിംഗിളായിട്ടൊക്കെ വരുന്നവർക്ക് എക്സ്ട്രാ ഷിഫ്റ്റൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഒരു കുറച്ചുകൂടെ അഡ്ജസ്റ്റഡ് ആയി കഴിയുമ്പം. അപ്പോൾ ആരും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് മടിക്കണ്ട. ചാൻസ് കിട്ടുവാണെങ്കിൽ വരിക തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നാട്ടിലെ സാലറിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സാലറി മച്ച് ബെറ്ററാണ്. അപ്പോൾ എല്ലാവരും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇവിടെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ ഓരോ ലെവൽ, ഓരോ ഗ്രേഡ് ഇമ്പ്രൂവ് ചെയ്ത് പോകാനും അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകാനും നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്യാവശ്യമാണ്. ഇപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തെന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി ആൾക്കാരായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. ഫാമിലിയായിട്ട് എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സോഷ്യൽ സർവീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഡോക്ടേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഓക്കുപേഷൻ തെറാപ്പിസ്റ്റ്, ഫാർമസി, അങ്ങനെ നമുക്ക് ഒത്തിരി കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസ് ഓഫ് കോഴ്സ്. അപ്പോൾ അവർ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലായില്ലെങ്കിലോ അതുപോലെ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലായില്ലല്ലോ, അതൊക്കെ ഒരു ബാഡ് ഇതായിട്ട് വരും. അവർക്കൊക്കെ ഇഷ്ടപ്പെടാതെ വരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വർക്കൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനും പറ്റാതെ വരും. അപ്പം കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ടൈം മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ഭയങ്കര അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. ഇവിടെ വാർഡിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും എപ്പോഴും ബിസി ആയിട്ടിരിക്കാൻ മാത്രമുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് മാനേജ് ചെയ്യാൻ നമുക്ക് സമയം തികയത്തില്ല. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ആ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഇവിടെ നല്ല ഹൈ പ്രഷറാണ് NHSൽ. നമ്മൾ ഈസി ജോബല്ല NHSൽ. അത് നമുക്ക് എപ്പോഴും നല്ല സ്ട്രെസ്സ്, ടെൻഷന് ഒക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്ത് എല്ലാം ചെയ്ത് സമയത്ത് തീർക്കാനും സമയത്ത് ഡിസ്ചാർജ് ചെയ്യാനും ഒക്കെ അതെല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
കാര്യങ്ങൾ അത് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കും. എന്നാലും ഞാനിപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നമുക്കിപ്പം ടൈം മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ നമ്മളെ പ്രോപ്പർ ടൈമിൽ എല്ലാ കാര്യങ്ങളും തീർത്തില്ലെങ്കിലും നമ്മുടെ ഷിഫ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. അതായത് ഏതാണ് നമുക്ക് പ്രയോറിറ്റി കൂടുതലുള്ളത് അതനുസരിച്ച് ചെയ്ത് തീർക്കണം. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിവിടെ ഇപ്പം ശരിക്കും ആക്ച്വലി ഒരു നേഴ്സിന് 8-9 പേഷ്യൻ്റാണ് മാക്സിമം കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ ഒരു 12-13 ഡിപ്പെൻഡ് ഏത് ഹോസ്പിറ്റലാണ് ഏത് വാർഡാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ അനുസരിച്ച് 15-16 ഒക്കെ പേഷ്യൻസൊക്കെ കിട്ടും. ചിലപ്പോൾ ഓരോ ഷിഫ്റ്റിലൊക്കെ സ്റ്റാഫ് ഷോർട്ടേജ് കാണുമായിരിക്കും. അപ്പോൾ സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളപ്പോൾ നമുക്ക് 15-16 ഒക്കെ പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യേണ്ടി വരും. ഇപ്പം കുറച്ച് നാളായിട്ട് നല്ല പ്രഷറാണ് NHSൽ, സ്റ്റാഫൊക്കെ കുറവാണ്. അപ്പം അത് കാരണം ഇപ്പോഴും നേഴ്സസിൻ്റെ ഷോർട്ടേജ് ഒത്തിരി ഉണ്ട്. അവർ ഇപ്പം ഫണ്ടിങ്ങിൻ്റെ പ്രശ്നവും അങ്ങനെയൊക്കെ കാരണമാണ് ഇപ്പം നേഴ്സസിനെയും കുറച്ച് അവർ മാനേജ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഒരു 15-16 ഒക്കെ പേഷ്യൻസിനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്കെല്ലാം ഒന്ന് പ്രോപ്പർ ടൈമിൽ ചെയ്ത് തീർക്കണമെങ്കിൽ നമ്മളത് നല്ല രീതിയിൽ ശ്രമിച്ചാലേ നടക്കുള്ളൂ. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നേഴ്സസിൻ്റെ അത്യാവശ്യമുണ്ട്. കാരണം പല ഹോസ്പിറ്റലുകളിലും വാർഡുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുക നേഴ്സസ് ഇല്ലാത്തത് കൊണ്ട്. അതുപോലെ തന്നെ എപ്പോഴും തന്നെ നല്ല ഷോർട്ടായിട്ടാണ് ഇവിടെ വാർഡൊക്കെ അവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫണ്ടിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നു. പിന്നെ ഇപ്പം നേഴ്സസിനെ അധികം ഇമിഗ്രേഷൻ കുറയ്ക്കാനുള്ള പ്ലാനിൽ നേഴ്സസിനെ എടുക്കുന്നുമില്ലല്ലോ, കൂടുതലായിട്ട് എടുക്കുന്നില്ല. ഫ്രീ റിക്രൂട്ട്മെൻറ്റൊക്കെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേന് നേഴ്സസ് വരുന്നവരുടെ എണ്ണമൊക്കെ ഒത്തിരി കുറഞ്ഞു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫ് ഇപ്പോൾ റിട്ടയർ ആകുന്നവരുണ്ടല്ലോ, ഒത്തിരി പേര് റിട്ടയർ ആകുന്നുണ്ട്. ഒത്തിരി പേര് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇപ്പം മാറി പോകുന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വേക്കൻസി പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുക. അതനുസരിച്ച് ഫില്ല് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഷോർട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല പ്രഷറിലാണ് ഇവിടെ നമ്മളൊക്കെ ജോലി ചെയ്തു പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സ്കില്ലെല്ലാം ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മളതിനൊക്കെയുള്ള അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പൈസ കിട്ടുമെങ്കിലും നമ്മൾ അതിനുള്ള വർക്ക് അവർ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടേ നമുക്ക് പൈസ തരുള്ളൂ. അപ്പോൾ പണി ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.